അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തിയ ഏറെ ഗൗരവമായ ആയത്തുകൾ. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ ആ വചനം? യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വശരീരത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുൻഗാമികൾ പരിചയപ്പെടുത്തി നൽകിയതെന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള പണ്ഡിതന്മാര് പരിചയപ്പെടുത്തിയത് എന്താണ്? അല്ലിമൂ അഹ്ലീകും ഖൈറാ, നിങ്ങളുടെ കുടുംബത്തെ ഖൈറ് പഠിപ്പിച്ചു കൊടുക്കണം. നന്മയുടെ ആളുകളാക്കി തന്റെ കുടുംബത്തെയും നിങ്ങൾ മാറ്റണമെന്നുള്ളതാണ് ഈ ആയത്തിന്റെ വിശദീകരണമായി കൊണ്ട് മുൻഗാമികൾ വിശിഷ്യ സ്വഹാബത്ത് പഠിപ്പിച്ചു നൽകിയത്. അദ്ദിബൂഹും വഅല്ലിമൂഹുൽ ഖൈറാ, മര്യാദയുള്ളവരാക്കി, അറിവുള്ളവരാക്കി, അറിവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാക്കി നിങ്ങളെ കുടുംബത്തെ നിങ്ങൾ മാറ്റണം എന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുൻഗാമികൾ പരിചയപ്പെടുത്തുകയാണ്. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, വഅൻദിർ അശീറതകൽ അഖറബീൻ, അതേ നീ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക, അടുത്ത ബന്ധുക്കൾക്ക് നീ താക്കീത് നൽകുക, അവരെ നന്മയിലേക്ക് കൊണ്ടുവരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹുവിന്റെ കൽപ്പന. പ്രവാചകന്റെ രീതി എന്താ പ്രിയപ്പെട്ടവരെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമുക്ക് കാണാം, ലമ്മാ നസലത്ത് വഅൻദിർ അശീറതകൽ അഖറബീൻ, ഈ ആയത്ത് അവതരിച്ച സമയത്ത് അല്ലാഹുവിന്റെ റസൂല് അതേ സഫാ കുന്നിന്റെ മുകളിൽ കയറുകയാണ്. എന്നിട്ട് റസൂലുള്ള വിളിക്കുകയാണ്, യാ ബനീ ഫിഹ്രിൻ യാ ബനീ അദീൻ, അതേ ഓരോ ഗോത്രത്തെയും പ്രവാചകൻ പ്രത്യേകം എടുത്തു വിളിക്കുകയാണ്. യാ ബനീ ഖുറൈശ് എന്ന് വിളിച്ചു, യാ ബനീ ഫിഹ്ർ എന്ന് വിളിച്ചു, യാ ബനീ അദീ എന്ന് വിളിച്ചു. ഓരോ ഗോത്രത്തെയും തന്റെ കുടുംബക്കാരെ പ്രവാചകൻ പ്രത്യേകം എടുത്തുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് അവരോട് പറയുന്ന വാചകങ്ങൾ എന്താ? പിന്നീട് അവരെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്താ? നിങ്ങൾ തൗഹീദ് അംഗീകരിക്കണം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം, നിങ്ങൾ നന്മയിലാകണം മുന്നോട്ട് പോകേണ്ടത്, നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണം നിങ്ങളുടെ ശരീരത്തെ. അങ്ങനെയുള്ള ഉപദേശങ്ങൾ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നുണ്ട്. ഇനി മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ എത്രയെത്ര അധ്യാപനങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എത്രത്തോളം ഗൗരവമായ രൂപത്തിൽ തന്റെ പൊന്നുപ്പയോട് പാലിക്കേണ്ട മര്യാദകൾ മുഴുവൻ പാലിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമ ഉപദേശം കൊടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. തന്റെ കുടുംബത്തിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനം തുടങ്ങുന്നത്. പൊന്നുപ്പ, കാണാനോ കേൾക്കാനോ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത വിഗ്രഹങ്ങളെ എന്തിനാണ് ഉപ്പ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഇസ്മായിൽ നബി അലൈഹിസ്സലാമക്ക് അല്ലാഹുവിന്റെ റസൂൽ നബി കരീം അല്ലാഹുവിന്റെ പ്രവാചകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമ പ്രിയപ്പെട്ടവരെ ഉപദേശം നൽകുന്നുണ്ടല്ലോ. യാക്കൂബ് നബി അലൈഹിസ്സലാമ തന്റെ മക്കളെ വിളിച്ചുകൊണ്ട് ഫലാ തമൂതുന്ന ഇല്ലാ വ അൻതും മുസ്ലിമൂൻ,
മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അം കുൻതും ശുഹദാ ഇദ് ഹളറ യഅഖൂബൽ മൗതു ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. അതേ മരണത്തിന്റെ സമയത്ത്, മരണാസന്ന സമയത്ത് പോലും തന്റെ മക്കൾ നാളെ നരകത്തിൽ കടക്കരുത്, തന്റെ ഇണ നാളെ നരകത്തിൽ കടക്കരുത്, തന്റെ കുടുംബക്കാര് നാളെ നരകത്തിൽ കടക്കരുത് എന്ന ചിന്തയോടുകൂടി മരണാസന്നമായ സമയത്ത് പോലും പ്രിയപ്പെട്ടവരെ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. എനിക്ക് ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അങ്ങനെ നന്മയുടെ ഓരോ കാര്യങ്ങളും പ്രിയപ്പെട്ടവരെ ഓരോ പ്രവാചകന്മാരും മുൻഗാമികളും മക്കളെ പഠിപ്പിച്ച ചരിത്രങ്ങൾ ഒട്ടനവധിയാണ്. ഇതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം പോകണം, സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ ആർക്കാണ് പോകാൻ സാധിക്കുക എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അതായത് സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗപ്പൂന്തോപ്പുകൾ. പ്രിയപ്പെട്ടവരെ, ആരാണ് അതിൽ പ്രവേശിക്കുക എന്ന് അല്ലാഹ് പറയുകയാണ്. വമൻ ആ സ്വർഗത്തിൽ ഉപ്പമാരെല്ലാവരും പ്രവേശിക്കുമെന്നല്ല, ഉമ്മമാരെല്ലാവരും പ്രവേശിക്കുമെന്നല്ല, തന്റെ സന്താനങ്ങൾ എല്ലാവരും പ്രവേശിക്കുമെന്നല്ല. വമൻ സലഹ, ആരുടെ ജീവിതത്തിലാണോ ഇസ്ലാഹുള്ളത്, നന്മയുള്ളത്, ആരാണോ നല്ല പാതയിലൂടെ സഞ്ചരിക്കുന്നത്, അവര് മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. ഉപ്പ പ്രിയപ്പെട്ടവരെ നന്മയിലായതുകൊണ്ട് മക്കള് സ്വർഗത്തിൽ പോകണമെന്നില്ല. ഭാര്യ നന്മയിലായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഭർത്താവ് സ്വർഗത്തിൽ പോകണമെന്നില്ല. മക്കൾ നന്മയിലായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ സ്വർഗത്തിൽ പോകണമെന്നില്ല. സ്വർഗത്തിൽ പോകണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? വമൻ സലഹ, ആരാണോ സദ്വൃത്തരായിട്ടുള്ളത് അവര് മാത്രമാണ് സ്വർഗത്തിൽ പോവുക. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാര്, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാര്, പ്രിയപ്പെട്ടവരെ, ആ കണ്ടീഷനിൽ, ആ ഇസ്ലാഹിൽ വമൻ സലഹ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് പ്രഭാതം മുതൽ ഈ മഗ്രിബിന്റെ ഈ സായാഹ്ന വേളയിലെത്തിയ സമയത്ത് എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ട എത്ര നന്മകളിൽ മുന്നേറാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത എത്രയെത്ര പ്രവർത്തനങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്ന ഒരു ആത്മപരിശോധന പ്രിയപ്പെട്ടവരെ നമ്മുടെ പക്കൽ നിന്നുണ്ടാകണം. ഈ സമയത്ത് അതിനാ നാം വില കൊടുക്കേണ്ടത്. ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങളൊന്ന് സ്വയം വിചാരണ ചെയ്യണം. റഹ്മാനായ റബ്ബ് നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പേ എന്ന് പ്രിയപ്പെട്ടവരെ മഹാരഥന്മാരായ മുൻഗാമികൾ നമ്മെ പരിചയപ്പെടുത്തി തരികയാണ്. നമ്മളൊന്ന് സ്വയം വിചാരണ ചെയ്യുക. ഈ കോലത്തിലൊക്കെ പോയാൽ എനിക്ക് സ്വർഗം കിട്ടുമോ? ഈ രൂപത്തിലൊക്കെ പോയാൽ എനിക്ക് സ്വർഗം കിട്ടുമോ? ജീവിതം നന്മയിൽ കഴിച്ചുകൂട്ടിയ നമ്മുടെ മുൻഗാമികൾ അവരവരുടെ മരണസമയത്ത് പോലും വെപ്രാളമായിരുന്നു, സങ്കടമായിരുന്നു, ഖേദമായിരുന്നു, ആശങ്കയായിരുന്നു. ഞാൻ ചെയ്ത നന്മകൾ പടച്ച റബ്ബെങ്ങാനും സ്വീകരിക്കില്ലേ എന്ന ആശങ്ക പ്രിയപ്പെട്ടവരെ അവരെ കരയിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അവരെ വേദനയോട് കൂടിയിട്ട് ഈ ലോകത്ത് നിന്ന് അവര് വിട പറയുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് ഖേദിച്ച് മടങ്ങാനുള്ള കാരണം അവരുടെ പാപം കുമിഞ്ഞ ജീവിതമായിരുന്നില്ല. പടച്ച റബ്ബ് സ്വർഗം സ്വർഗമെങ്ങാനും തരാതിരിക്കുമോ എന്ന ആശങ്കയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് പോകാനുള്ള പണികളിൽ ഏർപ്പെട്ടേ മതിയാകും. നമ്മുടെ ഇന്നാള് ഇവരൊക്കെ പള്ളിയില് ഒരുപാട് ഉത്തരവാദിത്തമുള്ള ആളാ, നാട്ടില് പ്രമാണിയാണ്, ഒനുഷാറാണല്ലോ. അതുകൊണ്ട് നമ്മൾ സ്വർഗത്ത് പോകുമെന്നൊരു ചിന്തയാണെങ്കിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെയും ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെയും ഭാര്യമാര് പോകണമായിരുന്നു പ്രിയപ്പെട്ടവരെ. അവര് നന്മയുള്ള ആളുകളായി മാറണമായിരുന്നു പ്രിയപ്പെട്ടവരെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ അവിശ്വാസിനികൾക്ക് ഉദാഹരണമായി പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നൂഹ് നബി അലൈഹിസ്സലാമയുടെയും ലൂത്ത് നബി അലൈഹിസ്സലാമയുടെയും ഭാര്യമാരെയാണ്. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വംറഅത ലൂത്ത് നബി അലൈഹിസ്സലാമയുടെയും നൂഹ് നബി അലൈഹിസ്സലാമയുടെയും ഭാര്യമാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസിനികൾക്ക് ഉദാഹരണമായി പറഞ്ഞത്. പ്രവാചകന്മാരല്ലേ, സാലിഹീങ്ങളല്ലേ, എന്നിട്ട് പോലും അവിശ്വാസിനികൾക്ക് ഉദാഹരണമായി പ്രിയപ്പെട്ടവരെ അവരെ പരിചയപ്പെടുത്തി നൽകിയിട്ടുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ നന്മ ചെയ്യാത്തത് കൊണ്ടാണ്, അവർ ജീവിതത്തിൽ വിശ്വാസികളാവാത്തത് കൊണ്ടാണ്. എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ ഫിറഔനിന്റെ ഭാര്യ ആസിയ ബീവിയെയാണ് പ്രിയപ്പെട്ടവരെ ലോകത്തുള്ള മുഴുവൻ വിശ്വാസിനികൾക്കും മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ആമനു വിശ്വാസിനികൾക്ക് ഉദാഹരണമായി അല്ലാഹു പറയാ ഫിറഔനിന്റെ ഭാര്യ. അതുകൊണ്ട് നമ്മൾ നേടിയത് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകും. നമ്മൾ നേടിയാൽ നമുക്കുണ്ടാകും. നമ്മുടെ പരിശ്രമ ഫലം റഹ്മാനായ റബ്ബ് സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന ഉത്തമമായ ബോധ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. നമ്മുടെ കുടുംബം ദീനിയായി മുന്നോട്ട് പോകാനുള്ള ചില കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ പ്രിയപ്പെട്ടവരെ നാളെ നമ്മൾ രക്ഷപ്പെടും. സാലിഹായ സന്താനം നാളെ ഖബറിൽ ആ ഒരു വ്യക്തിയുടെ ആ ഒരു സന്താനത്തിന്റെ പ്രാർത്ഥന റഹ്മാനായ റബ്ബ് സ്വീകരിക്കും. അത് നമ്മോടൊപ്പം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ സന്താനം സാലിഹായ റൂട്ടിലാണോ പോകുന്നത് എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്ന റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന. ഒരു വ്യക്തിയുടെ നാളെ സ്വർഗ്ഗീയ ആരാമത്തിലെ പദവി ഉയർത്തപ്പെടുന്നതാണ്. ആ വ്യക്തി പോലും അല്ലാഹുവിനോട് ചോദിക്കും, ഫയഖൂലു അന്നാ ഹാദാ, പടച്ച റബ്ബേ ഇത്ര വലിയ സൗഭാഗ്യം എനിക്ക് എങ്ങനെയാണ് ലഭിച്ചത് എന്ന് ചോദിക്കും. ആ സമയത്ത് ആ വ്യക്തിയോട് അല്ലാഹു പറയുന്ന മറുപടി എന്തെന്നറിയോ? നിന്റെ സന്താനം നിനക്ക് വേണ്ടി പാപമോചനം തേടിയത് കൊണ്ടാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇനി ഉച്ചഭാഷയുടെ ശബ്ദം ശ്രവിക്കുന്ന ആ ഒരു ദൂരത്ത് നീ സംസാരത്തെ കേൾക്കുന്നവരെ, നമ്മുടെ വീടിന്റെ അകങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നാം എല്ലാം ചെയ്തു കൊടുത്ത നമ്മുടെ സന്താനങ്ങള് നാളെ നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, നാളെ നമുക്ക് വേണ്ടി പാപമോചനം തേടാൻ, നമ്മുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉതകുന്ന മക്കളായിട്ട് മാറിയിട്ടുണ്ടോ എന്നൊരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്ത് നിന്ന് കടന്നു വരണം. ഇസ്തിഗ്ഫാർ ചൊല്ലാൻ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ വേണ്ടേ? നാളെയുടെ പാരിത്രിക ലോകത്തെ കുറിച്ചുള്ള ബോധ്യം വേണ്ടേ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മക്കളെ കെട്ടിപ്പടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ഉത്തമമായ ബോധ്യങ്ങൾ നമുക്കുണ്ടായേ മതിയാകൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. നിങ്ങൾ എന്ത് ചെയ്യണം? ഹിക്മത്തോട് കൂടിയിട്ട് നന്മയിലേക്ക് ക്ഷണിക്കണം. ഇത് പ്രിയപ്പെട്ടവരെ നാട്ടിലെ ഉച്ചഭാഷണയുടെ മുമ്പിൽ മാത്രം പോയി ആ ഒരു ദഅവത്തിനല്ല ഈ ആയത്ത് ആപ്റ്റാവുന്നത്. നമ്മുടെ കുടുംബത്തിൽ അടക്കം ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇള, സദുപദേശത്തോടുകൂടി ഹിക്മത്തോടുകൂടിയിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കണേ എന്ന് പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുമ്പോ തന്റെ സന്താനത്തെ, തന്റെ സന്താനങ്ങളെ പ്രിയപ്പെട്ടവരെ ഈ ഒരു കണ്ടീഷൻ പ്രാവർത്തികമാക്കിയിട്ട് നന്മയിലേക്ക് ക്ഷണിക്കാൻ നാം എത്ര സമയം കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരോട് ഏറെ പ്രബോധനത്തിന്റെ ദൗത്യം നിർവഹിക്കുന്ന നാം നമ്മുടെ കുടുംബത്തിലേക്ക് പോകുമ്പോൾ അവര് പഠിക്കട്ടെ, അവരിതിലേക്കൊന്നും ഇപ്പോഴൊന്നും ഇറങ്ങേണ്ട, അവര് സിയാറിയിലേക്ക് വരണ്ട, അവര് ഖുർആൻ ക്ലാസ്സിലേക്ക് വരണ്ട, അവരിതാ ജമാഅത്തിലേക്ക് പങ്കെടുക്കണ്ട എന്ന് പറഞ്ഞ രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏറെ ഗൗരവത്തോടുകൂടി ചിന്തിക്കണം.
ഏറെ ഗൗരവത്തോടു കൂടിയിട്ട് തന്നെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേതോ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ. ഫിറഔനിനോട് പോലും പ്രബോധനം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പാലിക്കാൻ പറഞ്ഞൊരു മര്യാദയാണ്. എന്താണ്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, മാന്യമായ വാക്ക് പറയണം പ്രിയപ്പെട്ടവരെ. അത് ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മാതാപിതാക്കൾ മക്കളോടും നന്മ ചെയ്യാൻ വേണ്ടി മാന്യമായി ഉപദേശിക്കാൻ സാധിക്കണമെന്നുള്ളതാണ്. അങ്ങനെ സാധിക്കുമ്പോൾ ലഭിക്കുന്ന പ്രിയപ്പെട്ടവരെ ഗുണം എത്രയാണ് നോക്കിയേ നിങ്ങൾ. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ, എത്ര മനോഹരമാവും ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ. നന്മയോട് കൂടിയിട്ട് മക്കളോട് പറയണമെന്നുള്ളതാണ്. അങ്ങനെ പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ലൊരു കുടുംബത്തിന്റെ ഉത്തമമായ രൂപം പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. നമുക്കൊക്കെ മാതൃകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, റഹിമല്ലാഹു ഇംറഅൻ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുക 1400 വർഷങ്ങൾക്ക് മുമ്പ്. റഹിമല്ലാഹു റജുലൻ, ആ ഒരു വ്യക്തിക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കട്ടെ. എങ്ങനെയുള്ള വ്യക്തിയാണെന്നറിയോ? ഖാമ മിനൽ ലൈലി, ആ വ്യക്തി ഇതാ രാത്രി നമസ്കാരത്തിന് വേണ്ടി എണീക്കുകയാണ്. നമസ്കരിച്ച് തന്റെ ഇണയെ വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. തന്റെ ഇണയെ വിളിക്ക്. എങ്ങാനും വിസമ്മതം കാണിച്ചാൽ, എങ്ങാനും മടി കാണിച്ചാൽ പ്രിയപ്പെട്ടവരെ മുഖത്ത് കുറച്ച് വെള്ളം കുടയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപമ പഠിപ്പിക്കുകയാണ്. ഇനിയോ റബ്ബിന്റെ ബർക്കത്ത് കിട്ടിയ ഒരു പെണ്ണിന്റെ ഉപമയും പറഞ്ഞു. റഹിമല്ലാഹു ഇംറഅതൻ ഖാമത് മിനൽ ലൈലി ഫസല്ലത് വഅയ്ഖലത് സൗജഹാ, താൻ നിസ്കരിക്കാൻ വേണ്ടി എണീച്ച് തന്റെ ഭർത്താവിനെ വിളിക്കുന്ന ആ ഒരു പെണ്ണിനും റഹ്മാനായ റബ്ബിന്റെ റഹ്മത്തുണ്ട്, കാരുണ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അത്തരത്തിലുള്ള ഉപദേശങ്ങളും അത്തരത്തിലുള്ള കർമ്മങ്ങളും നമ്മുടെ വീടകങ്ങളിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. നൂഹ് നബി അലൈഹിസ്സലാം എത്ര കാലം തന്റെ മകനെ, തന്റെ ഭാര്യയെ പ്രിയപ്പെട്ടവരെ നന്മയിലേക്ക് ക്ഷണിച്ചു. അവസാനം ആ ഒരു കപ്പലിങ്ങനെ മുങ്ങിപ്പൊന്തുന്ന സമയത്ത് പോലും വലാ തകുൻ മഅൽ കാഫിരീൻ, കാഫിരീങ്ങളോടൊപ്പം ആകല്ല മോനെ, അവസാന സമയത്ത് പോലും മക്കളെ പ്രിയപ്പെട്ടവരെയും ഉപദേശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കുടുംബത്തെ നന്മയിലാകാൻ വേണ്ടി, ഒരുമിച്ച് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേ മതിയാകൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു കുടുംബാന്തരീക്ഷം പ്രിയപ്പെട്ടവരെ കെട്ടിപ്പടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കിയേ, വകം മിമ്മൻ അഷ്ഖാ വലദഹു വഫിൽദത കബ്ദിഹി ഫിദ് ദുനിയ വൽ ആഖിറ ബിഇഹ്മാലിഹി വതർകി തഅദീബിഹി വഇആനതിഹി ലഹു അലാ ശഹവാതിഹി. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പരിചയപ്പെടുത്തി നൽകിയ ഒരു വാചകമാണ്. എത്രയെത്ര മാതാപിതാക്കളാണ് അവരുടെ പ്രിയപ്പെട്ട മക്കളെ അവരുടെ കാര്യത്തിൽ അലസത കാണിച്ചത് കാരണത്താൽ, അവരെ നന്മകൾ പഠിപ്പിച്ചു കൊടുക്കാത്തത് കാരണത്താൽ, അവരുടെ എല്ലാവിധ കോപ്രായ തരങ്ങൾക്കും എല്ലാവിധ ഷഹവാത്തുകൾക്കും എല്ലാവിധ തിന്മകൾക്കും കുട്ടിയല്ലേ ഇപ്പോഴൊക്കെയുള്ളൂ പറ്റുക എന്നൊക്കെ പറഞ്ഞ് എത്രയെത്ര മക്കളെയാണ് മാതാപിതാക്കൾ കേടുവരുത്തിയത് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുമ്പോൾ പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ പോലും ചിന്തിക്കാതെ പലപ്പോഴും നമ്മളൊക്കെ പറയലുണ്ട് അല്ലേ, ഓൻ കുട്ടിയല്ലേ കുറച്ചേരം കൂടി ഉറങ്ങിക്കോട്ടെ, ഓൻ കുട്ടിയല്ലേ ഇപ്പൊ ഒന്ന് കടന്നുറങ്ങിക്കോട്ടെ, ഓൻ കുട്ടിയല്ലേ ഇപ്പൊ കുറച്ചേരം ഒന്ന് കണ്ടോട്ടെ, ഓള് കുട്ടിയല്ലേ ഇപ്പോൾ ഓള് മക്കനൊന്നും ഇട്ടിട്ടില്ലെങ്കിലൊന്നും പ്രശ്നമാക്കണ്ട എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കുടുംബ സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ കുടുംബസമേതം സ്വർഗത്തിൽ പോകാൻ കഴിയുക എന്നൊരു ആത്മാർത്ഥമായ ചിന്ത നമ്മുടെ ഭാഗത്ത് നിന്ന് കടന്നു വരേണ്ടതുണ്ട്. അതുകൊണ്ട് നന്മയുടെ മേഖലയിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നാളെ സ്വർഗീയ ആരാമത്തിൽ നമ്മൾക്ക് കുടുംബത്തോടൊപ്പം പ്രവേശിക്കാൻ കഴിയുക. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ
ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലേ, അവരുടെ പ്രാർത്ഥനയാണ് ഇബാദുർ റഹ്മാനിന്റെ, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടിയവരുടെ പ്രാർത്ഥന. പടച്ചറബേ, ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണേ എന്ന. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഇമാമിങ്ങളായി പടച്ചറബേ എന്റെ കുടുംബത്തെ നടത്തിക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുന്നവരാണ് റബ്ബിന്റെ ഇഷ്ടം കിട്ടിയവർ. പ്രിയപ്പെട്ടവരെ, ആ ഒരു പ്രാർത്ഥന, അതിനനുസരിച്ചൊരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ്. കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള മാനദണ്ഡങ്ങൾ വിശദീകരിക്കുമ്പോൾ ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നത് പ്രിയപ്പെട്ടവരെ വൈവാഹിക ജീവിതത്തിലൂടെയാണ്. ഒരു വിവാഹത്തിന് ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ പോലും എങ്ങനെ തെരഞ്ഞെടുക്കണം എന്നുള്ളത് അള്ളാഹുവിന്റെ ദീന് പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അത് എത്ര മനോഹരമായിട്ടാണ്, എത്ര ഗൗരവമായിട്ടാണ് അള്ളാഹു പഠിപ്പിച്ചത്. ഇന്ന് പ്രേമമെന്നും പ്രണയമെന്നും ഒക്കെ ഏതൊക്കെയോ പേരിട്ട് വിളിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ബന്ധങ്ങൾ ഹലാലല്ലാത്ത രൂപത്തിൽ നടത്തപ്പെടുമ്പോൾ ആ കുടുംബം എങ്ങനെ സ്വർഗത്തിൽ പോകും? ആ കുടുംബം എങ്ങനെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ പോകും? അല്ലാഹു പഠിപ്പിക്കുകയാണ്, മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്ത് വലാ മുത്തഖിദാത്തി അഖ്ദാൻ. മ്ലേച്ഛവൃത്തിയിൽ ഏർപ്പെടാത്തവരും രഹസ്യവൈച്ചക്കാരെ സ്വീകരിക്കാത്തവരുമായ പതിവ്രതകളെയാകണം നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്യാമ്പസ് സ്ഥലങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ കലാലയങ്ങളുടെ അവസ്ഥ എന്താണ്? തിന്മകളൊക്കെ നോർമലൈസ് ചെയ്യുകയാണ്, വൃത്തികേടുകൾ നോർമലൈസ് ചെയ്യുകയാണ്. ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താണ് പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. ആകാശം പൊട്ടി വീഴുമോ, അല്ലെങ്കിൽ ഭൂകമ്പം ഉണ്ടാകുമോ എന്നൊക്കെ ചോദ്യങ്ങളാൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ നിസാരവൽക്കരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാൻ വിവാഹ രംഗത്ത് തന്നെ, വിവാഹാന്വേഷണ സമയത്ത് തന്നെ പാലിക്കേണ്ട മര്യാദ പഠിപ്പിക്കുകയാണ്. മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹ വലാ മുത്തഖിദാത്തി അഖ്ദാൻ. അല്ലേ, ആ ഒരു മര്യാദ പ്രിയപ്പെട്ടവരെ തുടക്കത്തിലേ പാലിക്കണം. ഇനി ഇത് പെണ്ണിന്റെ വിഷയത്തിൽ മാത്രമല്ല, പുരുഷന്മാരുടെ വിഷയത്തിലും നന്മയുള്ളവരാകണം, അതേ തിന്മയില്ലാത്തവരാകണം, സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് മേന്മയുള്ളവനാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടല്ലോ, ഇദാ ഖതബ ഇലൈക്കും മൻ തർലൗന ദീനഹു വ ഖുൽഖഹു. അതേ, നിങ്ങളുടെ അരികിലേക്ക് ദീനുള്ള സ്വഭാവം മേന്മയുള്ള ഒരു വ്യക്തി വന്നുകൊണ്ട് വിവാഹാന്വേഷണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കുക. എന്താ പ്രിയപ്പെട്ടവരെ, ആ വിവാഹം കൊണ്ട് ലഭിക്കുന്ന ഖൈറ് എന്നുള്ളത് ചെറുതാവില്ല, ലഭിക്കുന്ന നന്മ എന്നുള്ളത് ചെറുതാവില്ല. ദീനുമായി ബന്ധപ്പെട്ട ഒരു ജീവിതമുണ്ടെങ്കിൽ, ദീനുമായി ബന്ധിപ്പിച്ചൊരു ജീവിതമുണ്ടെങ്കിൽ ആ കുടുംബം എത്ര മനോഹരമാകും. നമസ്കാരത്തെ കുറിച്ച് പരസ്പരം ഓർമ്മപ്പെടുത്തേണ്ട, ഇസ്ലാമിക വസ്ത്രധാരണത്തെ കുറിച്ച് പരസ്പരം ഓർമ്മപ്പെടുത്തേണ്ട, നന്മയുടെ കാര്യത്തിൽ മുന്നേറുന്നതിന്റെ മഹത്വം പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാകില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഗൗരവപൂർവ്വം ഈ വിഷയത്തെയൊക്കെ പഠിപ്പിച്ചു നൽകിയത്. വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ ഒരു ഉപ്പ വന്ന് പരാതി പറയുന്നുണ്ട്. ആ പരാതി എന്താ വെച്ചാൽ, എൻ്റെ മകൻ ഒരു മര്യാദയില്ല, ഒരു മര്യാദയുമില്ല, അവന് ഒന്നിനും കിട്ടുന്നില്ല. സാധാരണ നമ്മൾ പറയുന്ന വാക്കുണ്ടല്ലോ. ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മകനെ വിളിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, എന്താ ഉപ്പ അങ്ങനെയൊക്കെ പറയണ്ടല്ലോ, എന്താ ഉപ്പ അങ്ങനെയൊക്കെ പറയണ്ടല്ലോ, എന്താണ്? ആ മകൻ ചോദിച്ചത്, എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്നോട് ബാധ്യത ഇല്ലേന്നാ. ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു ഉപ്പക്ക് ഒരു ഉമ്മക്കുള്ള തന്റെ സന്താനങ്ങളോടുള്ള ബാധ്യത എന്താ? ഒന്നാമത്തെ നല്ലൊരു ഉമ്മയെ തെരഞ്ഞെടുത്തു കൊടുക്കുക എന്നുള്ളതാണ്, നല്ലൊരു പേരിടുക എന്നുള്ളതാണ്, റബ്ബിന്റെ ദീന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു കുട്ടിയുടെ ഒരു സന്താനത്തിന്റെ ഒന്നാമത്തെ
ഒന്നാമത്തെ പാഠശാല എന്നുള്ളത് അത് ഉമ്മയാണ്, ഒന്നാമത്തെ മദ്രസ എന്നുള്ളത് ഉമ്മയാണ് എന്ന് പ്രിയപ്പെട്ടവരെ മുൻഗാമികൾ പഠിപ്പിച്ചു നൽകുന്നത് കാണാം. കാരണം ഏറ്റവും കൂടുതൽ സമയം ഒരു കുട്ടി സ്പെൻഡ് ചെയ്യുന്നത് അത് ഉമ്മയോടൊപ്പമായിരിക്കും. അത് ഉമ്മയോടൊപ്പമായിരിക്കും. ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന ആ മകന്റെ ജീവിതത്തില് കൃത്യമായി നമുക്കത് കാണാൻ കഴിയുന്നതാണ്. ചോരപ്പൈതലിനെ പ്രിയപ്പെട്ടവരെ ഇറാഖിന്റെ മണ്ണിൽ നിന്ന് മക്കയിൽ കൊണ്ടാക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ചു പോയിട്ട് പിന്നീട് കടന്നു വരുന്ന സമയം കൈപ്പിടിച്ച് നടക്കാവുന്ന പ്രായത്തിലാണ്. ആ പ്രായത്തിലാണല്ലോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മകനോട് ചോദിക്കുന്നത്, പ്രിയപ്പെട്ടവരെ ആ മകനോട് ആവശ്യപ്പെടുന്നത്, അതെ ഉപ്പ നിന്നെ അറുക്കാനുള്ള സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായമെന്ന് ചോദിക്കുമ്പോ ആ ഉമ്മയുടെ തർബിയത്തിൽ വളർന്ന മകനില്ലേ, യാ അബതീ, എന്റെ പൊന്നുവാപ്പ, ഇഫ്അൽ മാ തുമർ, റഹ്മാനായ റബ്ബ് എന്താണോ കൽപ്പിച്ചത് അത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ ഇത്ര മനോഹരമായ ആ ഒരു മറുപടി പറയാൻ ആ മകനെ എങ്ങനെയാണ് ആ ഉമ്മ വാർത്തെടുത്തത്? സതജുദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ക്ഷമ അവലംബിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉപ്പ നിങ്ങൾക്ക് ഇന്നെ കാണാട്ടോ എന്നാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ നോക്കിയേ, നിങ്ങൾ പല കാര്യത്തിനും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പല അഭിപ്രായങ്ങളും ചോദിക്കുന്നുണ്ട്. കഅബ പണിയണമെന്നുള്ള കൽപ്പന വന്നല്ലോ, മകനെ വിളിക്കുകയാണ്, യാ ഇസ്മാഈൽ ഇന്നല്ലാഹ അമറനീ ബി അംറിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടൊരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് മോനെ. എന്താണ് ഉപ്പ കൽപ്പിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് ഉപ്പാനെ നീ സഹായിക്കില്ലയോ, എന്നെ നീ സഹായിക്കുകയില്ലേ? അതേ, ആ ഒരു സ്ഥലത്ത് ആ മലകൾക്കിടയിൽ ഒരു കഅബ പണിയാൻ, ഒരു മസ്ജിദ് പണിയാൻ റബ്ബിന്റെ കൽപ്പനയുണ്ട്. ഫഇന്നല്ലാഹ അമറനി അൻ അബ്നിയ ആഹുനാ ബൈതാ, അവിടെ ഇതാ ഒരു വീട് നിർമ്മിക്കാൻ റബ്ബിന്റെ കൽപ്പന കടന്നു വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ ഉപ്പ ഞാനിതാ സഹായിക്കാം, ഉപ്പ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന രൂപത്തില് ഒരു മകൻ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വളർന്നത്? ആ ഉമ്മയെന്ന ഹാജറ ബീവിയുടെ ആ ഒരു തർബിയത്തായിരുന്നു, ആ ഒരു കൃത്യമായിട്ടുള്ള രക്ഷാകർതൃത്വമായിരുന്നു. അതാണ് ആ കുടുംബത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല കുടുംബമെന്ന് പ്രിയപ്പെട്ടവരെ അല്ലാഹു തെരഞ്ഞെടുത്ത കുടുംബമെന്ന് ആ കുടുംബത്തെ പരിചയപ്പെടുത്തിയല്ലോ. ഇന്നല്ലാഹ ഇസ്തഫാ ആദമ വ നൂഹം വ ആല ഇബ്രാഹീമ വ ആല ഇംറാന അലൽ ആലമീൻ. അല്ലാഹു തെരഞ്ഞെടുത്ത കുടുംബം കണ്ടിയപ്പോ ആലു ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കുടുംബത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ രീതി ആയിരുന്നു, ആ കുടുംബത്തിന്റെ മഹത്വമായിരുന്നു പ്രിയപ്പെട്ടവരെയും ഇതിലേക്കൊക്കെ ക്ഷണിച്ചതെങ്കിലും നമ്മൾ അങ്ങനെയുള്ളൊരു കുടുംബം കെട്ടിപ്പടുത്താൽ മാത്രമാണ് സന്തോഷത്തോടു കൂടി പ്രിയപ്പെട്ടവരെയും നാളെയും സ്വർഗീയാരാമത്തിന് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെയും നമ്മുടെ ശ്രദ്ധ ഉണ്ടാകണം. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഓരോരുത്തരും തന്റെ ഭർത്താവ് പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എന്റെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള തൗഫീക്ക് തരണേ, ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങളുടെ ഇണയിലും കൺകുളിർമ പ്രദാനം ചെയ്യണേ എന്ന് പ്രിയപ്പെട്ടവരെ ഭർത്താക്കന്മാര് പ്രാർത്ഥിക്കണം. ഭാര്യമാരെ, ഉമ്മമാരെ, സഹോദരിമാരെ നമ്മൾ പ്രാർത്ഥിക്കണം. കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹത്തിന് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. സന്താനങ്ങളില്ലാതെ ഒരുപാട് വർഷക്കാലം ഒരുപക്ഷെ സന്താനങ്ങളില്ലാത്തതിന്റെ പേരിൽ നമ്മളൊക്കെ വിഷമിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. ഒരുപാട് ഹോസ്പിറ്റൽ വരാന്തകൾ കയറി ഇറങ്ങിയവർ പ്രിയപ്പെട്ടവരെ ഈ കൂട്ടത്തിലുണ്ടാകും. എന്നാൽ പലപ്പോഴും മക്കളെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചവർ ഒട്ടനവധിയാണല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുൻഗാമികളും പ്രാർത്ഥിച്ചിട്ടുണ്ട് മക്കളെ കിട്ടാൻ. പക്ഷെ ആ പ്രാർത്ഥന കേവലം ഒരു മക്കളെ കിട്ടാൻ മാത്രമായിരുന്നില്ല.
ലദുൻക ദുരിയതൻ ത്വയ്യിബാ ഇന്നക സമീഉദ് ദുആ. സക്കരിയ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആ സന്ദർഭമുണ്ട്. അല്ലാഹുവേ, ഒരു ഉത്തമ സന്താനത്തെ നൽകണേ നാഥാ. ഒരു സന്താനത്തെ നൽകണമെന്നല്ല, ദുരിയതൻ ത്വയ്യിബാ, നാളെ എനിക്ക് കൂട്ടാകുന്ന, നാളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ കഴിയുന്ന ഒരു സന്താനത്തെ നൽകണേ എന്ന് പ്രിയപ്പെട്ടവരെ സക്കരിയ നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന എന്താ? റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സാലിഹായ ഒരു സന്താനത്തെ ഞങ്ങൾക്ക് നൽകണേ. വജഅൽനീ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അങ്ങനെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പ്രിയപ്പെട്ടവരെ കുറേ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ഒന്നാമതായി ഉണ്ടാക്കണം. രണ്ടാമത് നമ്മൾ മാതൃകയാവുക എന്നുള്ളത്. കുടുംബത്തിലെ ഓരോരുത്തരും മാതൃകയാവണം. മക്കൾക്ക് മാതാപിതാക്കൾ മാതൃകയാവണം.